പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 25-ാം വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ ആദ്യമായിട്ട് മരുഭൂമിയിൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ച് 2 പേർ മരുഭൂയാത്രയ്ക്ക് എത്തി. തങ്ങളുടെ യാത്ര അവർ മുന്നോട്ടേക്ക് നടന്നു പോവുകയാണ്. കുറേ ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ മണലാരണ്യത്തിൽ അവർ 4 കാൽപ്പാടുകൾ കാണുന്നത്. ആ കാൽപ്പാടുകളെ നോക്കി അവർ യാത്ര തുടർന്നു. കുറേ ദൂരം വീണ്ടും യാത്ര തുടർന്നപ്പോൾ അവർക്ക് എങ്ങും എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ദൂരെ നിന്നും കുറെ ചാടുകളുമായിട്ട് ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടത്. അദ്ദേഹത്തോട് ഇവർ ചോദിച്ചു, ഞങ്ങൾ കുറെ നേരമായി ഈ മനുഷ്യരുടെ കാൽപ്പാടുകൾ നോക്കി നടക്കുകയാണ്, എങ്ങും എത്തിച്ചേരുന്നില്ല. ആട്ടിടയൻ ഒരു കാര്യം അവരെ സൂചിപ്പിച്ചു, നിങ്ങൾ ഇതുവരെ പിന്തുടർന്നത് നിങ്ങളുടെ കാൽപ്പാടുകളെ തന്നെയായിരുന്നു. കാരണം നിങ്ങൾ ഈ മരുഭൂമിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. നമ്മുടേതായ വിവേകത്തിലൊക്കെ ഊന്നിക്കൊണ്ട് നമ്മുടെ സ്വന്തമായ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നാം എത്ര ദൂരം യാത്ര ചെയ്യുന്നുവോ അവിടെയൊക്കെ നമുക്ക് പരാജയങ്ങളും അപകടങ്ങളും മാത്രമേ സംഭവിക്കുകയുള്ളൂ. ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കും ദൈവത്തോട് ആലോചന ചോദിക്കാതെ എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടോ അത് പ്രയാസത്തിലായിരിക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണതയുണ്ടാകും. നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് ദൈവത്തിൻ്റെ വഴിയാണോ എന്ന് നാം തിരിച്ചറിയണം. ദുർഘടമായ സമയങ്ങളിൽ ഒരുപക്ഷെ പോകേണ്ടുന്ന വഴികൾ നമുക്കേതെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല. എന്നാൽ നമ്മുടെ നൽവഴികളൊക്കെ, നന്മയുടെ വഴികളൊക്കെ നമ്മെ അറിയുന്ന, നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവത്തിന് അത് അറിയാമെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർമ്മ വയ്ക്കണം. അതെ, ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശീലിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സകല വഴികളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ദൈവഹിതം അത് നമുക്ക് അനുവദിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വഴികളിലേക്ക് നമുക്ക് ഇറങ്ങി പുറപ്പെടാം. എൻ്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.